ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മുടെ പൃഥ്വിനെ കുറിച്ച് അന്വേഷിക്കാൻ അണ്ടർ കവർ പോലീസ് ടീം ലോക്കൽ പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ? പൃഥ്വിക്ക് എന്തോ ഡ്രഗ് ഡീലേഴ്സുമായി ബന്ധമുണ്ടെന്ന് അവർ പറഞ്ഞത്. അങ്ങനെ പെട്ടെന്നൊരു മൂവ് ബുദ്ധിയല്ല. പൃഥ്വി നമ്മുടെ മുന്നിലുള്ള ഇരയാ. അവനെ ഉപയോഗിച്ച് നമ്മൾ മറ്റുള്ളവരെ കണ്ടെത്തണം. അത് ശരിയാ, എനിക്ക് അത്രയ്ക്കങ്ങ് പോയില്ല. എടുത്തു ചാടി നമ്മൾ അറസ്റ്റിലേക്ക് പോയാൽ അത് മേനോനും കൂട്ടർക്കും രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കലായി പോവും. അതെ, അതുകൊണ്ടാ തൽക്കാലത്തേക്ക് പൃഥ്വിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ പോലും തയ്യാറാവാത്തത്. നമ്മുടെ ലക്ഷ്യം മേനോനെ അടിയോടെ തകർക്കുക എന്നതാ. അതിനെതിരാകുന്ന ഒരു കാര്യവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ മൂവും വളരെയധികം സൂക്ഷിച്ചു വേണം. ഇനി വലിയ താമസമില്ലാതെ നമ്മൾ ആ ലക്ഷ്യത്തിലെത്തും. ജയശ്രീയും അജയനും ഉൾപ്പെടെ ഒരുപാട് പേരുടെ മരണത്തിന് നമ്മൾ മേനോനെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും. അതെ, ഏതായാലും പൃഥ്വിയുടെ കൂടുതൽ ലോക്കൽ ബന്ധങ്ങളെ കുറിച്ച് അറിയാൻ ലോക്കൽ പോലീസില് അന്വേഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കുട്ടേട്ടൻ ഇവിടുത്തെ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അച്ഛന്റെ മുത്തശ്ശിയുടെ ഒപ്പം കുട്ടേട്ടൻ കൂടിയുള്ളതാ എന്റെ ഒരു ധൈര്യം. മോക്ക് ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട, മോള് ധൈര്യമായിട്ട് പോകും. ശരി കുട്ടേട്ടാ, ഞാൻ വിളിക്കാം. ശരി. ഹലോ ഹലോ, എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? കുറെ നാളായല്ലോ വിളിച്ചിട്ട്. വയനാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോ ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലെന്നാ വിചാരിച്ചത്. പക്ഷേ വന്നിട്ടൊരു ദിവസം ലീവ് എടുക്കാൻ സമയം കിട്ടിയില്ലെന്നുള്ളതാ സത്യം. ആണോ? അതാ ഇടയ്ക്ക് കോളൊന്നും വരാത്തല്ലേ? അതെ, പിന്നെ ഞാനിപ്പോ വിളിച്ചത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. എന്താ സാർ? ഞാനിന്ന് അവിടുത്തെ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോ ഒരു വിവരം അറിഞ്ഞു. എന്ത്? നമ്മുടെ പൃഥ്വിനെ കുറിച്ച് അന്വേഷിക്കാൻ അണ്ടർ കവർ പോലീസ് ടീം ലോക്കൽ പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ? പൃഥ്വിക്ക് എന്തോ ഡ്രഗ് ഡീലേഴ്സുമായി ബന്ധമുണ്ടെന്ന് അവർ പറഞ്ഞത്. ഇതൊക്കെ ആരെങ്കിലും ഫാൾസ് ഇൻഫർമേഷൻ കൊടുത്തതായിരിക്കും. അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്കൊരു കരുതൽ ഉണ്ടാവുമല്ലോ. അതെ, താങ്ക് യു. അപ്പൊ ശരി, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. പൂർണിമേ, ഒരു പ്രശ്നമുണ്ട്. എന്താ ചെറിയൊരു ടെൻഷൻ പോലെ? ഇവിടുത്തെ സ്റ്റേഷനിലുണ്ടായിരുന്ന എന്റെ ഒരു പരിചയക്കാരൻ ഇപ്പൊ വിളിച്ചു. പൃഥ്വിയെ കുറിച്ച് അന്വേഷിക്കാൻ അണ്ടർ കവർ പോലീസ് ടീം ലോക്കൽ പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് അയാൾ പറയുന്നത്. ഓ, അതാണോ കാര്യം? അതോർത്ത് ചെറിയച്ഛൻ ടെൻഷൻ ആവണ്ട. നമ്മുടെ കുടുംബത്തോട് അസൂയുള്ള ആരോ കൊടുത്ത ഒരു ഫോൾസ് ഇൻഫർമേഷൻ മാത്രമാണത്. ഞാനത് നേരത്തെ അറിഞ്ഞായിരുന്നു. പൃഥ്വിക്ക് ഏതോ ഡ്രഗ് ഡീലേഴ്സുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ അയാൾ പറയുന്നത്. പൃഥ്വിയുടെ കാര്യം അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് പൂർണ്ണമേ. അവന്റെ സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ അറിയാലോ. കൂട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രശ്നങ്ങളിൽ അറിയാതെ ഇൻവോൾവ് ആയിട്ടുണ്ടെന്നാ എന്റെ പേടി മോളെ. അങ്ങനൊന്നും ചിന്തിക്കേണ്ട ചെറിയച്ച. പൃഥ്വി അങ്ങനൊന്നും ചെയ്യില്ല. ഇതൊക്കെ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വളർച്ചയിൽ അസൂയുള്ള ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റും തന്നെ ഇല്ലേ ചെറിയച്ച? നമ്മുടെ സമാധാനം കളയാന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പിന്നെ പോലീസ് അന്വേഷണം കേസും ഒക്കെ വരുമ്പോ കുറെ പേര് നമ്മളെ കുറിച്ച് മോശമായിട്ടൊക്കെ സംസാരിക്കുമല്ലോ. എന്തിനാ മനുഷ്യർ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കുന്നത്? അവർക്കൊരു മനസുഖം കിട്ടാനാവും, അല്ലാതെ എന്ത് പറയാനാ? ചെറിയച്ഛൻ ഏതായാലും ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ഇതൊക്കെ എനിക്ക് വിട്ടേക്ക്, ഞാൻ ഡീൽ ചെയ്തോളാം. ചെറിയച്ഛൻ ചെല്ലാൻ നോക്ക്. ടെൻഷൻ ആവാതെ ചെറിയച്ച. ശരി മോളെ.
എന്റെ അമ്മേ. ഓ. അക്ഷിതയാണല്ലോ. ആ മോളെ. ഹലോ അമ്മേ. ആ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടെന്ന് പൂർണിമേച്ചി പറഞ്ഞു. അതിന്റെ കാര്യം പറയാനാ ഞാൻ വിളിച്ചേ. എന്ത് ചടങ്ങാ മോളെ? ഇന്ദ്രപ്രസ്ഥൻ തറവാട്ടിലേക്ക് വരുന്ന മരുമകളെ കുടുംബത്തിലെ ഒരു അംഗമായി അംഗീകരിക്കാൻ ഒരു വളയിടയിൽ ചടങ്ങുണ്ട്. ഏ അത് കുടുംബക്ഷേത്രത്തിൽ പൂജിച്ചു കൊണ്ടുവന്നിട്ട് തരും. അത് കൊള്ളാലോ, നല്ല കാര്യമാണല്ലോ. വലിയ ചടങ്ങാണോ മോളെ നടത്തുന്നേ? അല്ലെന്ന് തോന്നുന്നു. ചെറിയ പൂജയും പരിപാടിയൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ വലിയ ആർഭാടമായ പരിപാടിയുടെ ലക്ഷണമൊന്നും കാണുന്നില്ല. പിന്നെ ചടങ്ങിന് ക്ഷണിക്കാൻ പൂർണിമേച്ചി വിളിക്കും. അമ്മ വരണേ. വരാം മോളെ. ആ പിന്നെ ആ കിരണും ദുർഗ അവിടെ വിരുന്നിന് വന്നിട്ട് അവർ തിരിച്ചുവിട്ട എന്തിനാ? അവിടെ തന്നെ നിർത്തായിരുന്നില്ലേ? ആ കഥയൊന്നും പറയാതിരിക്കുന്നതാ മോളെ ഭേദം. അതെന്താ? ഓ അയ്യോ, എന്നിട്ട് അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. ഹോ, എന്നാലും അവർക്കത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. രണ്ടുപേരും ഇവിടെ തിരിച്ചെത്തി വലിയ സന്തോഷത്തിൽ നടക്കുന്നുണ്ട്. ആ നമുക്കിനി അവസരം കിട്ടും. അപ്പൊ ഇതിനെല്ലാം പകരം വീട്ടാം. അതെ. എന്നാ ശരിയമ്മേ, ഞാൻ പിന്നെ വിളിച്ചോളാം. ശരി മോളെ. ഉം. ഹലോ. നിങ്ങളെ ഇതിനു മുമ്പും പല തവണ ഞാൻ വിളിച്ച് സംസാരിച്ചതാ. അന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ട മറുപടി തന്നതാണല്ലോ. ഇപ്പൊ നിങ്ങൾ വീണ്ടും വലിയ കുടുംബങ്ങളെ ടാർഗറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയല്ലേ? ഞങ്ങൾക്കാകെ ഒരേ ഒരു ടാർഗറ്റേ ഉള്ളൂ. അത് സമൂഹത്തിലെ ക്രിമിനലുകളെ ഇല്ലാതാക്കുക എന്നത് മാത്രം. അതിലെ കുടുംബങ്ങളുടെ വലിപ്പച്ചെറുപ്പമൊന്നും ഞങ്ങൾ നോക്കാറില്ല. ഞാൻ ഉദാഹരണം സഹിതം വ്യക്തമാക്കി തരാം നിങ്ങൾക്ക്. ഇന്ദ്ര ടിവിയിലെ പൃഥ്വിക്കെതിരെ നിങ്ങൾ ലോക്കൽ പോലീസിൽ അന്വേഷിക്കാൻ നിർദ്ദേശം കൊടുത്തില്ലേ? അതിനെന്താ പ്രശ്നം? പൃഥ്വി ഡ്രഗ് ഡീൽ നടത്തുന്നുണ്ടെന്ന് അറിവ് കിട്ടിയിട്ട് തന്നെയാ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തത്. നിങ്ങൾക്ക് ആ കുടുംബത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്നത്.